10ാം ക്ലാസ്സിലെ അടിസ്ഥാന പാഠാവലിയിൽ നിന്നുള്ള ചില പ്രധാനപ്പെട്ട ചോദ്യങ്ങളും ഉത്തരങ്ങളും. 1. ചിത്രകാരിയിൽ നിന്നുള്ള ചോദ്യമാണ്. കലാവിഷ്കാരങ്ങളിൽ ഏർപ്പെടുമ്പോൾ ലഭിക്കുന്ന ആഹ്ലാദാനുഭൂതികൾ ഫിസ് എന്ന കഥാപാത്രത്തിന് അനുഭവിക്കാൻ കഴിയുന്നുണ്ടോ? ചർച്ച ചെയ്യുക. ആൻസർ: വരയിലും എഴുത്തിലും ആനന്ദം കണ്ടെത്തിയിരുന്ന ജന്മസിദ്ധമായി വരയ്ക്കാനുള്ള കഴിവ് ലഭിച്ച പെൺകുട്ടിയാണ് ഫിസ. വിവാഹിതയായതോടെ അവളുടെ കഴിവുകൾ പ്രകടമാക്കാൻ പറ്റാതെ ആയി. പെണ്ണെന്നാൽ അടുക്കള ജോലി ചെയ്ത് ഭർത്താവിൻ്റെയും കുട്ടികളുടെയും വീട്ടിലെയും കാര്യങ്ങൾ നോക്കി ഒതുങ്ങി ജീവിക്കേണ്ടവളാണെന്ന തത്വം വച്ചുപുലർത്തുന്ന കുടുംബത്തിലേക്കാണ് അവൾ കല്യാണം കഴിച്ചു ചെന്നത്. ആ വീട്ടിൽ പലപ്പോഴും തൻ്റെ ഇഷ്ടപ്രവൃത്തികളായ കലാസൃഷ്ടിയിൽ ഏർപ്പെടാൻ ഫിസയ്ക്ക് സാധിച്ചില്ല. 2. അയാൾ അവളുടെ കൈവിരലുകളിലേക്കാണ്ടു നോക്കി. ദൈവം തൊട്ട കൈവിരലിൽ അപൂർണമായൊരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചച്ചായങ്ങൾ അപ്പോഴും പറ്റി നിന്നിരുന്നു. നിശബ്ദമായൊരു കരച്ചിലോടെ അവൾ കൈ കഴുകാൻ തുടങ്ങി. കഥാന്ത്യം നൽകുന്ന സൂചനകൾ എന്തെല്ലാമാണ്? നിരീക്ഷണങ്ങൾ അവതരിപ്പിക്കുക. ദൈവം തൊട്ട കൈവിരൽ എന്ന് വിശേഷിപ്പിച്ച കൈവിരലുകളാണ് ഫിസയുടേത്. എന്നാൽ ഭർത്താവായ ഹാഫിസിന് അവളിലെ കലാകാരിയെ പൂർണ്ണമായും മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. അവളുടെ വരയും എഴുത്തും അയാളെ വല്ലാതെ അസ്വസ്ഥനാക്കിയിരുന്നു. വിവാഹശേഷവും ചിത്രരചന തുടരുമെന്ന് വിവാഹാലോചന തുടങ്ങുന്ന സമയത്ത് തന്നെ അവർ പറഞ്ഞിരുന്നു. ഭർത്താവിൻ്റെ അച്ഛൻ അതിന് സമ്മതിക്കുന്നുമുണ്ട്. എന്നാൽ വിവാഹശേഷം അവളുടെ സർഗാത്മകതയെ തടസ്സപ്പെടുത്താനാണ് ആ വീട്ടിലെ എല്ലാവരും ശ്രമിക്കുന്നത്. വീട്ടുകാര്യങ്ങൾ ശ്രദ്ധിക്കാതെ ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നു എന്നായിരുന്നു പരാതി. ഹാഫിസ് ഫിസയുടെ കയ്യിൽ നിന്ന് ബ്രഷ് തട്ടിത്തെറിപ്പിച്ചു. കഥാവസാനം അപൂർണമായ ഒരു ചിത്രത്തിൻ്റെ മഞ്ഞപ്പച്ചച്ചായങ്ങൾ കയ്യിൽ നിന്നും കഴുകിക്കളയുന്നു എന്ന കഥാവാക്യം അവൾക്ക് കലാജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല എന്നതിൻ്റെ സൂചനയാണ്. കുടുംബജീവിതത്തിലെ കെട്ടുപാടുകളിൽ അകപ്പെട്ട് സർഗാത്മകമായ കഴിവുകൾ വേദനയോടെ ഉപേക്ഷിക്കേണ്ടി വരുന്ന ഒരു പെൺകുട്ടിയുടെ ജീവിതമാണ് ഇത്. കൽബിലെ നിലാവെന്നുള്ളതിലെ 2 ചോദ്യങ്ങൾ. കൽബിലെ നിലാവ് എന്ന ഗാനത്തിൽ നായകൻ്റെ കാത്തിരിപ്പ് അവതരിപ്പിക്കുന്നത് എങ്ങനെ കണ്ടെത്തി എഴുതുക. നായികയെ കാണാനുള്ള കൊതിയും കാത്തിരിപ്പിൻ്റെ ദൈർഘ്യവും വികാരതീവ്രമായി ഈ പാട്ടിൽ ആവിഷ്കരിച്ചിരിക്കുന്നു. കാത്തിരുന്ന് കാൽ തരിച്ചുപോയി എന്നും കൺമണിയെ കാണുവാനായി കൺകൊതിച്ചുപോയി എന്നുമാണ് അവതരിപ്പിച്ചിരിക്കുന്നത്. നായകൻ്റെ മനസ്സ് കേന്ദ്രീകരിച്ചിരിക്കുന്നത് നായികയിൽ മാത്രമാണ്. അടുത്ത ചോദ്യം. 3. ഈ നാടകത്തിലെ പക്ഷിശാസ്ത്രക്കാരൻ, ഉടമ തുടങ്ങിയ കഥാപാത്രങ്ങളെല്ലാം ചില മനോഭാവങ്ങളെയും ജീവിതാവസ്ഥകളെയും പ്രതിനിധാനം ചെയ്യുന്നു. ഈ കഥാപാത്രങ്ങളുടെ സവിശേഷതകൾ വിശകലനം ചെയ്ത് ഈ നാടകത്തിൻ്റെ സമകാലിക പ്രസക്തി വിമർശനാത്മകമായി വിലയിരുത്തുക.